നല്ല ക്ലാസ് ആയിട്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളെങ്കിലും എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു പേട്രിയോട്ട് എന്നൊരു പടം. എനിക്ക് വലിയൊരു വേറെ ലെവൽ സംഭവമായിട്ടും തോന്നിയില്ല, നല്ലൊരു മോശം പടമായിട്ടും തോന്നിയില്ല. ഒരു ഓക്കെ അങ്ങനെ ഒരു വട്ടം ഇങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ മൾട്ടിപ്പിൾ വാച്ചിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു വട്ടം കൂടി ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഒരു പടം കാണുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ടിരിക്കും. ആ രീതിയിലുള്ളൊരു പടം. ഞാൻ പടത്തിൻ്റെ കോൺസെപ്റ്റും അതിൻ്റെ സബ്ജക്റ്റും ഒക്കെ നമ്മൾ പല പടങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റിയ രീതിയിൽ നല്ലൊരു പ്ലോട്ട് തന്നെയാണ് സിനിമയിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ സിനിമ പോകെ പോകെ ഇതിൻ്റെ ഒരു ട്രാക്ക് ഒരു യൂഷ്വൽ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ ഫ്ലിക്ക് ഉണ്ടാവുമല്ലോ, ഈ ഒരു വലിയൊരു കോർപ്പറേറ്റ് വില്ലൻ അവർക്കെതിരെ പോരാടുന്ന കുറേ ആൾക്കാർ, ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈലിലേക്ക് സിനിമ പോകുന്നുണ്ട്. സ്റ്റിൽ ഈ ബിഗ് ഗംസിൻ്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് നമ്മളിങ്ങനെ സിനിമ ഫുൾ എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലും ഒരു മോഹൻലാൽ മമ്മൂക്ക ചിത്രം എന്ന ഒരു ഇമ്പാക്റ്റ് സിനിമയ്ക്കില്ല. ആ ഒരു പഞ്ചുണ്ടല്ലോ, അത് ഈ സിനിമയിൽ എവിടെയുമില്ല. ത്രൂ ഔട്ട് ക്രൗഡൊക്കെ ഇങ്ങനെ ഒറ്റയിരിപ്പിങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഹൈ മൊമെൻ്റ് എവിടെയും സിനിമയിലില്ല. അങ്ങനെ ഒരു പ്രോപ്പർ എലിവേറ്റഡ് സീനുകളായിട്ട് സിനിമ ഇങ്ങനെ പൊക്കി അടിച്ച് കൊണ്ടുവരിക, നമുക്കൊരു ഗൂസ് ബംസ് മൊമെൻ്റ് തരിക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോഡിലുള്ള ഒരു എലിവേഷനൊന്നും സിനിമയിൽ എവിടെയില്ല. അതിലെ ആക്ഷൻ ബ്ലോക്കുകളൊക്കെ നല്ല നല്ല ക്ലാസി ആയിട്ടാണ് എടുത്തിട്ടുള്ളതെങ്കിലും ഈ ക്വിക്കട്ട്സൊക്കെ കാരണം നമുക്കൊരു എനർജി ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ ത്രൂ ഔട്ട് എവിടെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കില്ല എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഓക്കെ. നമുക്ക് ഇവരെ ഇങ്ങനെ മാസ്സായിട്ടുള്ള ഈ ഇൻട്രോ സാധനങ്ങളൊന്നും വേണ്ട. ഈ പറഞ്ഞ പോലെ ഒരു ക്ലാസ് ആയിട്ടാണ് സിനിമയിൽ പിടിച്ചിട്ടുള്ളതെങ്കിലും ഒരു സിനിമാറ്റിക് ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു മമ്മൂക്ക ലാലേട്ടൻ ചിത്രം, ആ ഒരു കോംബോ, അതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് സിനിമയിൽ എവിടെയുമില്ല. ഈവൺ ഈ സിനിമയിൽ ലാലേട്ടൻ ഇല്ലെങ്കിലും ത്രൂ ഔട്ട് ഈ സിനിമ ഒരു കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ ആവശ്യമില്ല. നയൻതാരയുടെ ക്യാരക്ടറിൻ്റെ സിനിമയിൽ ഒരു ആവശ്യമില്ല. ഈവൻ കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറിൻ്റെ ഈ സിനിമയിൽ ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഫഹദ് ഫാസിൽ വേഴ്സസ് നമ്മുടെ മമ്മൂക്ക എന്ന രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു പടം ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. സോ അങ്ങനത്തെ ഒരു യൂഷ്വൽ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ യൂഷ്വൽ സ്റ്റോറി ലൈനാണ്. അതിലേക്ക് ഇങ്ങനെ കുറേ ക്യാമിയോ പോലെ കുറേ പേര് പിടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രോപ്പർ ക്യാരക്ടറായിട്ടൊന്നും അവരുടെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് അവിടെയാണ് തോന്നുന്നു സിനിമ ഒന്ന് കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടി വന്നത്. ഒരു പക്ഷേ ഇങ്ങനെ ഇവർക്കെല്ലാം ഈക്വൽ സ്പേസ് കൊടുക്കണം, ഈക്വൽ റോളൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സിനിമ അതിൻ്റേതായ കോംപ്രമൈസ് സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തു പോകുന്ന സമയത്ത് സിനിമ ഒരു എൻഗേജിങ് ഫാക്ടർ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ മിസ്സാവുന്നുണ്ട്. ഇതിന് മേക്കിങ്ങിൽ ഒന്നും പറയാനില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളായിക്കോട്ടെ, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേക്കിംഗ് നല്ല ക്ലാസ് ആയിട്ട് ഒരു പിടിച്ചിട്ടുണ്ട്. പക്ഷേ ആസ് എ മൂവി, ആസ് എ ഹോൾസം മൂവി ഒരു വട്ടം ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ കണ്ടിരിക്കും, വലിയ മോശമില്ലാതെ ഇങ്ങനെ കണ്ടിരിക്കും. പക്ഷേ ഒരു ഹൈ നമ്മൾ പ്രതീക്ഷിച്ച സാധനം ഉണ്ടല്ലോ, ഈ ഒരു കോംബോയിൽ നമുക്ക് എപ്പോഴും പടങ്ങൾ കിട്ടാറില്ല. സോ ഈ ടൈറ്റിൽ ഇൻട്രോ മുതൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇവർ തുടങ്ങുന്നുണ്ടെന്ന് പറയുന്ന ആ ഒരു ടൈം മുതലുള്ള ആ ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു പടമായിട്ടല്ല എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.